ഹലോ, നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോയാലോ? എന്നാ നമുക്ക് കുറച്ച് സ്നേഹിച്ചാലോ? നീലൻ ചോദിച്ച് അപ്പു തല ചരിച്ചു നോക്കി. എന്ത്? നമുക്ക് കുറച്ച് സ്നേഹിക്കാന്ന്. നീലൻ അത് പറഞ്ഞ് അവളെ ഉയർത്തിയെടുത്ത് അകത്തേക്ക് നടന്നു. നീലൻ അവളെ റൂമിൽ കൊണ്ടുവന്ന് നിർത്തി വാതിൽ ചാരിയിട്ടു. എനിക്ക് അടുക്കളയിൽ അത്യാവശ്യമായിട്ട് ഒരു പണിയുണ്ട്, ഞാനത് തീർത്തിട്ട് വരാം. അത് പറഞ്ഞ് അപ്പു പുറത്തേക്ക് ഓടാൻ നിന്നതും അവളുടെ കയ്യിൽ നീലൻ്റെ പിടി വീണിരുന്നു. എങ്ങോട്ട് ഓടണേ? കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് അടുക്കളയിൽ പണി തീർക്കാം. നീലൻ അവളുടെ ഇരു കൈയിലും പിടിച്ച് തനിക്ക് നേരെ നിർത്തി. നീല പ്ലീസ്, എൻ്റെ പൊന്നല്ലേ. അത് പറഞ്ഞ് നീലൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ച് ഇരു കവളിലും കൈവച്ചു. അവൻ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ച് ഇരു കണ്ണിലും കവളിലും ഉമ്മ വെച്ച് അവസാനം ചുണ്ടിൽ വന്നു നിന്നു. അനുവാദത്തിനായി അവളുടെ കണ്ണിലേക്ക് നോക്കി. മറുപടിയായി അവൾ പുഞ്ചിരിച്ചത് നീലൻ അവളെ ടേബിളിലേക്ക് കയറ്റിയിരുത്തി. കുഞ്ഞ്, നിനക്ക് പേടിയുണ്ടോ? എനിക്കറിയില്ല, ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ. എനിക്ക് പിന്നെ കുറേ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നീലൻ കളിയാക്കി പറഞ്ഞ അപ്പുന് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും എൻ്റെ കുട്ടിക്ക് ദേഷ്യം വന്നാ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. നീലൻ അവളെ ടേബിളിൽ നിന്ന് എടുത്ത് ബെഡിലേക്ക് കിടത്തി. ഒപ്പം അവനും കിടന്നതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ച് കിടന്നു. അവളെ ചേർത്ത് പിടിച്ച് അവനും കിടന്നു. എന്നാ നീല നിനക്ക് ജോലി കിട്ടുക? അറിയില്ല, ഉടനെ ഒഫീഷ്യൽ ലെറ്റർ വരുന്നു തോന്നുന്നു. അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്നിട്ടെന്താ? നമ്മുടെ വീട് തിരിച്ചു പിടിക്കണം, വണ്ടി തിരിച്ചു വാങ്ങണം, എൻ്റെ കുട്ടീനെ നന്നായിട്ട് നോക്കണം. അപ്പം നമ്മളെന്നാ തറവാട്ടിലേക്ക് പോണേ? നമ്മൾ തറവാട്ടിലേക്ക് പോവോ? പിന്നില്ലാതെ. ഞാൻ ഇതുവരെ വീടിൻ്റെ ഉൾഭാഗം കണ്ടിട്ടില്ല. പക്ഷെ ആരും എന്നോട് പറഞ്ഞിട്ടുണ്ടാ വീടിൻ്റെ ഉള്ളിൽ കുറേ മുറികളുണ്ടെന്ന്. അതിൽ നിൻ്റെ മുറിയിൽ കുറേ പഠിക്കുന്ന ബുക്കുകളുണ്ടെന്ന്, ഒരു ഭാഗത്ത് നിറയെ നിനക്ക് കിട്ടിയ സമ്മാനങ്ങളും ട്രോഫികളും ഉണ്ടെന്ന്. അവൾ പറയുന്നത് കേട്ട് നീലൻ ഉറക്കെ ചിരിച്ചു. എന്തിനാ ചിരിക്കണേ? പിന്നെ ചിരിക്കാതെ ജപ്തി ചെയ്ത വീട്ടിൽ നമ്മുടെ സാധനങ്ങളെല്ലാം അതേപോലെ വെക്കാനാണോ നിന്റെ വിചാരം? പിന്നല്ലാതെ അതൊക്കെ നമ്മളെടുത്ത് മാറ്റണം. നീ ഇപ്പം പറഞ്ഞ പുസ്തകങ്ങളും ട്രോഫികളും ചാക്കിലപ്പോ നമുക്കിടക്കുന്ന നീ റൂമിൻ്റെ തട്ടിലും മേലുണ്ട്. ചിരിയോടെ അവൻ പറയുന്നത് കേട്ട് അവൾക്ക് മനസ്സിൽ സങ്കടം മറ്റൊരാളെക്കാളും അവൾക്ക് നല്ല ആയിട്ട് മനസ്സിലായിരുന്നു. അപ്പോൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു. നീലൻ ഇരു കൈകൾ കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ഒരു ചെറിയ കുട്ടിയെ പോലെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു. ഒരു പാട്ട് പാടിത്തരുമോ നീല? അല്ലെങ്കിൽ വേണ്ട, ഞാൻ പാടാം. അവൻ്റെ ശ്രദ്ധ മാറ്റാൻ അപ്പു പറഞ്ഞു. പപ്പടത്തിന് ഉപ്പ് പോരെന്ന് അയാൾ പറഞ്ഞു, ഉപ്പ് തിന്നാൻ ചത്തുപോന്ന് നമ്മൾ പറഞ്ഞു. പറഞ്ഞു തീർത്ത് നമ്മളെ പിടിച്ച് സുട്ടിക്കൂട്ടി നിലത്തടിച്ച് തിരുമ്മൽ ദേവ പണ്ടാരക്കാരൻ മത്തായി. നിനക്ക് ചിരി വരുന്നില്ല നീല? എന്നാ ഞാൻ മറ്റൊരു പാട്ട് പാടട്ടെ? എൻ്റെ പൊന്നു മോളെ, എന്നെ വെറുതെ വിട്ടേക്ക്, എനിക്കൊരു കുഴപ്പമില്ല ഇപ്പോൾ. നീലൻ അത് പറഞ്ഞ് കണ്ണുകൾ അടച്ചു കിടന്നു. പിന്നീട് അവൻ ഉറക്കുണർന്ന് ഉച്ച കഴിഞ്ഞാണ്. അവൻ്റെ വയറിൽ തലവെച്ച് അരയിലൂടെ ചുറ്റിപ്പിടിച്ചാണ് അപ്പുവിൻ്റെ ഉറക്കം. അതുകൂടാതെ അവളുടെ കൈയും കാലും നീലൻ്റെ മേലാണ്. അവൻ അവളെ പതിയെ ബെഡിലേക്ക് ഇറക്കി കിടത്തി. മുഖം കഴുകാൻ ബാത്റൂമിൽ പോയി തിരികെ വന്നത് അപ്പു ഉറക്കുണർന്നിരുന്നു. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. വൈകുന്നേരമായത് നീലൻ ട്യൂഷന് ഇറങ്ങി. അതോടെ അപ്പു തൻ്റെ പണികളെല്ലാം ചെയ്തു തീർത്ത് ഫോണിൽ ഇരുന്ന് കളിക്കുമ്പോഴാണ് പടി കടന്ന ഒരാൾ അകത്തേക്ക് വന്നത്. കണ്ടു പരിചയമില്ലാത്ത ആളായതിനാൽ അപ്പു സംശയത്തോടെ എണീറ്റു. കാർത്തികേയനില്ല ഇവിടെ? ഇല്ല, അപ്പുറത്ത് പോയിരിക്കുക. അന്നാള് വന്ന ശിവൻകുട്ടി എന്നൊരാൾ അന്വേഷിച്ചു വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അറിയാം. എന്നാ ശരി. അയാളത് പറഞ്ഞ് തിരിച്ചു നടന്നെങ്കിലും വീണ്ടും തിരികെ വന്നു. അല്ലെങ്കിൽ കാർത്തികേയൻ്റെ നമ്പർ തന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. അപ്പോൾ അയാൾക്ക് നമ്പർ കൊടുത്തു. ആ സമയം
അയാളെ പറഞ്ഞു വിടാനുള്ള തിരക്കിലായിരുന്നു അപ്പു. കണ്ടാൽ തന്നെ പേടിയാവും, കണ്ണൊക്കെ ചുമന്ന്, തലമുടിയൊക്കെ അലങ്കോലായി കാണുമ്പോൾ തന്നെ ഒരു ഗുണ്ടാ ലുക്ക്. അയാൾ പോയതും അപ്പു വേഗം അകത്തേക്ക് കയറി വാതിലടച്ചു. പിന്നീട് നീലം വന്ന് വിളിച്ചപ്പോഴാണ് അവൾ വാതിൽ തുറന്നത്. അതിന് വിപരീതമായി അന്ന് നീലൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞിരുന്നു. എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്